അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സംഭവബഹുലമായ ഒരു ചരിത്രം ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് 5ഉം 6ഉം നൂറ്റാണ്ടിലെ ലോക ചരിത്രത്താളുകളിലൊന്ന് പരിശോധിച്ച് നോക്കാം. ലോക ചരിത്രത്താളുകമൽപ്പം നിന്നു മറിക്കാം, ലോക ചരിത്ര വൃന്ദാവനങ്ങൾ വായിക്കാം. 5ഉം 6ഉം നൂറ്റാണ്ടിന്റെ വാർത്ത പേജുകൾ നോക്കാം. ആദരമക്കയിലൊന്ന് നടന്നവ ഓർമ്മിക്കാം. കറുത്തിരുണ്ട യുഗം. ഒരു സമുദായക്കാരൻ്റെ വരവിനെ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന കാലം. ആ കാലത്തിൻ്റെ കൈക്കുമ്പിളിൽ ഒരു പൗർണമിയെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഉദയം ചെയ്യുന്നു. മാനത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നും മാലാഖമാരുടെ അകമ്പടിയോടെ വിശുദ്ധ ഖുർആൻ മണ്ണിലേക്ക് ഇറങ്ങുവാനും തുടങ്ങി. അപ്പോൾ ബന്ധം കണ്ട പെരുച്ചാഴികളെ പോലെ മക്കാ മുശ്രിക്കുകൾ ഒരു ഭാഗത്ത്, പുണ്യതീർത്ഥം തേടി ദാറുൽ അർക്കമിലെത്തുന്ന സത്യാന്വേഷികൾ മറുഭാഗത്തും. അതാ അവിടെ ഒരു മനുഷ്യൻ. നമുക്കയാളെ പരിചയപ്പെടാം. കഠിനക്കാരുപേരും വിരൂപനാണേ, കാന്തിയില്ലാമേനി മെലിഞ്ഞതാണേ, ചുണ്ടും തടിച്ചതാ ചുരുൾ മുടിയാണേ, ചുരുങ്ങും മുഖരോമം മൃഗതമാണേ. അതെ, കറുത്ത മെലിഞ്ഞൊരു കോലം. ഒരു മനുഷ്യൻ, തടിച്ച ചുണ്ടുകൾ, നേരിയ താടിരോമങ്ങൾ, ചുരുണ്ട തലമുടി. അതെ, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അയാളൊരു എത്യോപ്യക്കാരനാണെന്ന് തോന്നുന്നു. തീത്തുപ്പുന്ന വേലിൽ ആരാന്റെ ഒട്ടകത്തെ മേക്കുകയാണ് അയാൾ. അതെ, കറുത്തമുത്ത് ബിലാൽ ഇബ്നു റബാഅ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ബാഹ്യ ശരീരം നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ആ കറുത്ത തൊലിക്കകത്ത് കറുകാറുത്തീരുണ്ടതൻ താടിയാകത്തുള്ള മാലം കനകത്തിൽ നിറമൊത്തതാണേ, അത് തൗഹീദിന്നോളി ദീപം കാതൽ കത്തിത്തിളങ്ങുന്ന തങ്കത്തിൻ നിറമുള്ളതാണേ. ഈമാനിൻ നീർതാളം ആകതാരിൽ നിറച്ച് ഇസ്ലാമിൻ കോടിക്കീഴാണി ചേരാൻ കോതിച്ച് ഇക്കാലം ദുനിയാവിൻ സുഖമെല്ലാം ഊതിച്ച് ഇമ്പപ്പൂ റസൂൽ പിന്നിൽ ചേരാൻ ഉറച്ച് പുണ്യമില്ലാത്തിരുവലെ ഉൽഗിച്ച് അള്ളാഹുവിന്റെ പൂരിതമാമതമായി ഉണർത്തിച്ച് യജമാനപ്പോൾ ദേശം പോറുത്തിടുന്നു, ദോഷം ചൂടുത്തിടുന്നേ. അതെ, ആ കറുത്ത തൊലിക്കകത്ത് പൂനിലാവ് പോലൊരു ഹൃദയമുണ്ടായിരുന്നു. മാറ്റത്തിന്റെ പടപ്പാട്ടുകൾ കേൾക്കുന്ന ഇസ്ലാമിന്റെ ബന്ധശത്രുവായിരുന്നു അദ്ദേഹത്തിന്റെ യജമാനൻ. ഉപയുക്തബിനു ഖലഫ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ അഹങ്കാര ദുർബോധത്തിന്റെ നാമം ബിലാൽ പുതിയ മതം സ്വീകരിച്ച വാർത്തയിറങ്ങി അയാൾ പൊട്ടിത്തെറിച്ചു. ചുട്ടുകൊള്ളുന്ന മണൽക്കാട്ടിൽ ബിലാലിനെ അടിച്ചു വീഴ്ത്തി ഉടയാടുകൾ അഴിച്ചു മാറ്റി. ആ ദഗ്ധമായ ശരീരം മാറിപിടുത്തിൽ കൂറ്റൻ പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അധികാരി ആക്രോശിച്ചു. അവരോരിതമാഹി ബിലാലുടെ വാങ്കുളിവാനിലുടക്കമുഴക്കാൻ അഭിമാനത്തോടെ ബിലാലത വാങ്കു വിളിക്കുകയാ. അത് സ്വരമാധുരി ഫലമായി അകമേന ദുർദിനമായി അതിനായി കൊതിച്ചിടലായി
അങ്ങനെ അറബാകെ ആ വിളിയാളമിൽ കോരി ധരിച്ചിടലായി. എടാ ധിക്കാരി, നന്ദി കെട്ട അസത്തെ, എന്റെ ഉപ്പും ചോറ് തിന്നു നീ എന്റെ സമ്മതമില്ലാതെ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നുവല്ലടാ അല്ലേ? ഉടനെ ആ മതം വലിച്ചെറിഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ചെഞ്ചോര കൊണ്ട് ഞാൻ എന്റെ കുലദൈവങ്ങളുടെ നാമം കുറിച്ചിടും. പക്ഷേ ആ പ്രവാഹം നിശ്ചലമാകാൻ ഉമയ്യത്തിന്റെ ആജ്ഞക്കോ വേദനയുടെ കയ്പ് നീർ കുടിക്കുന്ന ചാട്ടവാരിനോ കഴിഞ്ഞില്ല. അപ്പോഴും അതരം ചലിക്കുന്നുണ്ടായിരുന്നു. അഹദ്. അവസാനം ഭീകരമായൊരു കാളരാത്രിക്ക് ശേഷം ഒരു പൊൻപ്രഭാതം കടന്നു വരുന്നു. അഥവാ സിദ്ദീഖുൽ അക്ബർ മുഖേന ബിലാൽ മോചിതനായ ആ കാലം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരുന്നു. ബദറും ഉഹുദും ഫതഹ് മക്ക പോലെ ഇസ്ലാം പിറന്ന നാടിനെ ജയിച്ചടക്കി ആഞ്ഞടിച്ച ഏകദൈവത്തെ വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റിൽ അജ്ഞതയുടെ വൃക്ഷങ്ങൾ ഓരോന്നായി കടപുഴകി വീണു. അങ്ങനെ മസ്ജിദ് നബവിയുടെ അകത്തളങ്ങളിൽ അഹദിന്റെ ദിക്ർ മുഴങ്ങാൻ സജ്ജമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ കേട്ടപാടെ ബിലാൽ മദീന പള്ളിയുടെ മൂർധാവിലെത്തി. ഒരു കാലത്ത് വേദനകളും യാതനകളും പഠിച്ചിറക്കി അടിമത്തത്തിന്റെ ദുഃഖം പേര് നടന്ന ആ നീഗ്രോ അടിമ അഹദിന്റെ ശബ്ദം ഉറക്കെ മുഴക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഇസ്ലാം പൂർത്തിയാക്കപ്പെട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചകനില്ലാതെ മദീനയിൽ ബാങ്ക് വിളിക്കാനാവാതെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് ഷാമിലെത്തി. കാലങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തി. മനം കുളിർക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് വിളി കേൾക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു അതിയായി ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ ആഗ്രഹത്തിന് വഴങ്ങി ആ അറ്റുപോയ സ്വർഗമാധുരി ഒഴുകുവാൻ തുടങ്ങി. അല്ലാഹുവിന്റെ തക്ബീറിന്റെ മന്ത്രധ്വനികൾ ആ അന്തരീക്ഷത്തിൽ ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ ബാങ്ക് വിളിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പ്രവാചകന്റെ പേരിനെ പൂർത്തിയാക്കാൻ കഴിയാതെ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന പേര് പൂർത്തിയാക്കാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉൾക്കൽബിൽ നിന്നും പൊട്ടിയ ആ പ്രവാചക സ്നേഹം ആ ശബ്ദത്തെ കീഴടക്കി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇടറാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടിയെ പോലെ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. മസ്ജിദ് നബവിയുടെ അകത്തളം കണ്ണുനീരിൽ കുതിർന്നു. ആ കണ്ണുനീർ ചാലിൽ ബിലാൽ റളിയല്ലാഹു അൻഹു തളർന്നു വീണു. ജഗപരിപാലകനേ റഹീമേ, ചൊരിയൂ നിൻ കൃപകൾ, കരുണാസ്വരൂപനേ റഹീമേ, ചൊരിയൂ നിഅമത്തുകൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.